നമസ്കാരം. നീറ്റ് പരീക്ഷയിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ പേര് പറഞ്ഞ് സമരം തുടങ്ങിയ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പേര് പറഞ്ഞ് രൂപീകരിച്ച കോക്രോച്ച് പാറ്റ പാർട്ടി ആ മരിച്ച കുട്ടികളുടെ ദുഃഖം സൂചിപ്പിക്കുന്ന വൈകുന്നേരങ്ങളിലെ മതിച്ച് ഉന്മതിച്ച് കളിക്കുന്ന ഡാൻസുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷനും സ്ത്രീകളും ഒന്നിച്ച് മയക്കുമരുന്നിന് വിധേയമായിട്ടായിരിക്കണം ഇത്തരത്തിൽ കിടന്ന് 5 സ്റ്റാർ ഹോട്ടലുകളിൽ കിടന്ന് കൂത്താടുന്നത്. ഈ പൈസ ഇവിടെ ഇത്തരത്തിൽ അരങ്ങേറാൻ അവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടുന്നത്? ആരാണ് ഇതിൻ്റെ ബാക്കിൽ? സമരവേദിയിൽ, അതായത് ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയ അന്നു മുതൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു മൗലവി രൂപത്തിൽ, അതായത് താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യനെ അവിടെ കാണുകയുണ്ടായി. അതിൻ്റെ വീഡിയോ ഒക്കെ സമൂഹത്തിൽ എല്ലാവരും കണ്ടു. അദ്ദേഹം വളരെ കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടു. പെട്ടെന്ന് ഈ സമരം നിന്നപ്പോൾ, അദ്ദേഹം UP-കാരനാണ്, അദ്ദേഹത്തിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വലിയ സങ്കടത്തിലാണ്, കരച്ചിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളവർ ഈ സമര പരിസരത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ പോലീസിൻ്റെ, മിലിറ്ററിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. 150 സേനാ അംഗങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. മാരകമായ അപകടങ്ങൾ സംഭവിച്ചിട്ട് അതിൽ 5-6 IPS ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. എന്നിട്ട് അവരെ ഉപദ്രവിച്ച കാര്യം മാത്രം, വൺ സൈഡ് മാത്രം ചർച്ചകൾ ചെയ്യുന്നു, കോടതിയിൽ പറയുന്നു, ഈ ഭാഗം പറയുന്നില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കണം, എവിടെ ലഹള ഉണ്ടായാലും അത് ഇവിടെ ഭരിക്കുന്നവനോ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരല്ല കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയുള്ള ആര് ഭരിച്ചാലും, ആര് പ്രതിപക്ഷത്തിലായാലും ഭരണപക്ഷത്തിൽ ആര് ഭരിച്ചാലും ഇതിനൊക്കെ നേരിടുന്നത് ഈ പാവപ്പെട്ട പോലീസുകാരും മിലിറ്ററിക്കാരുമാണ്. അവരുടെ ശരീരത്തിലാണ് നിങ്ങൾ കൈവച്ചത്. അവർ നിങ്ങൾ കൈവയ്ക്കുമ്പോൾ അത് ആസ്വദിച്ച് കണ്ണും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ ഈ സമര നേതാക്കൾ പറയുന്നത്? എന്നിട്ട് പറയാണ്, ഈ പോലീസുകാരെ ആക്രമിച്ചത് ഞങ്ങളല്ല, പോലീസ് വണ്ടി ആക്രമിച്ചത് ഞങ്ങളല്ല, ഞങ്ങളൊക്കെ അതൊന്നും അറിയില്ല. ഈ UP-ന്ന് വന്നവൻ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വാങ്ങിക്കൊണ്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ആക്രമിച്ചത്? അവിടെ കയറിക്കൂടിയവർ. അപ്പോൾ ഈ കയറിക്കൂടിയവർ ആരാണ്? ഇപ്പോൾ കേരളത്തിൽ ഇത് വന്ന ആ ടെലിവിഷൻ അവതാരക അവിടെ കയറിക്കൂടിയതാണ്. അതേമാതിരി വേടൻ അവിടെ കയറിക്കൂടിയതാണ്. പല സിനിമാക്കാരും അവിടെ കയറിക്കൂടിയവരാണ്. അല്ലാതെയും അവിടെ മതം പറഞ്ഞ്, അതായത് ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞ് ലോകാവസാനമാണ്, ഇതിൽ ചില വചനങ്ങളൊക്കെ കാണാപ്പടം പഠിച്ചു വന്ന് അവിടെ ചൊല്ലുന്ന ചിലരും കണ്ടു. അപ്പോൾ അവരും കയറിക്കൂടിയതാണോ? ഈ ഭക്ഷണം വിളമ്പിക്കൊടുത്തവനും കയറിക്കൂടിയതാണോ? ഒരുപാട്, അതായത് സത്യത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു 10 ആളെ പോലും അവിടെ കാണാൻ കഴിയില്ല. ഈ പറയുന്ന CJPയുടെ നേതാക്കൾ പോലും ഈ പരീക്ഷ എഴുതിയവരല്ല. ഇവരെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് തന്നെ ആരുടെ പ്രേരണയിലാണെന്ന് അന്വേഷണ വിധേയമാക്കണം, ഒരു സംശയവും വേണ്ട. ഇനി അത് പോട്ടെ, ശരിയാണ്, ഇവിടെ ഈ പരീക്ഷ റദ്ദാക്കിയപ്പോൾ മനം നൊന്ത് 8-9 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. വിഷമമുണ്ട് അവരുടെ ആ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അതിനെക്കാട്ടും വിഷമമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് നീറ്റ് എഴുതി അഡ്മിഷൻ കിട്ടിയിട്ട് ഇവിടെ
ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കടമില്ല. ഇതിനെക്കാട്ടി സങ്കടം അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തത്? നിങ്ങൾക്കതൊരു വിഷയമല്ല. ഈ 9 ആളുടെ ആത്മഹത്യ പറഞ്ഞ് നിങ്ങൾ ഈ ലഹളം മുഴുവൻ ഉണ്ടാക്കി. എന്താണ്? പരീക്ഷ പേപ്പർ പുറത്തു പോയി. എന്താ ധർമ്മേന്ദ്ര പ്രതാപൻ ഇത് പുറത്തെടുത്ത് ഇങ്ങനെ വിറ്റതാണോ? ഈ പരീക്ഷ പേപ്പർ എവിടെ ചോർന്നത്? ഇവിടുത്തെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനമായ ജാർഖണ്ഡിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് പോയിട്ടായിരുന്നു നിങ്ങൾ ആദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു സംവിധാനത്തെ അവിടെ നിന്നാണ് പൊളിച്ചു കളഞ്ഞത്. നിങ്ങളൊരു അക്ഷരം ഉണ്ടെന്നില്ല അതിനെക്കുറിച്ച്. എന്നിട്ട് സകല വൃത്തികേടും കാട്ടിയിട്ട് ഇപ്പം പറയുന്നു ഞങ്ങളല്ല ചെയ്തത്, അവിടെ കയറി കൂടിയവരാണെന്ന്. അപ്പോൾ ഈ പോയ ടെലിവിഷൻ അവതാരകർ പറയണല്ലോ ആരാണ് പ്രേരിപ്പിച്ചത് അവിടേക്ക് പോകാൻ, ആരാണ് അതിന് പിന്നിൽ കളിച്ചത്. ഇതിനൊക്കെ ഉത്തരം വേണം. അല്ലാതെ കോടതിയിൽ ആർക്കും പോവാന്നേ, കുറച്ച് പൈസ വേണമെന്നേ ഉള്ളൂ. നിങ്ങൾ പൈസ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കും. നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ വെപ്പ്. അപ്പം നിങ്ങൾക്ക് എവിടുന്ന ഈ പൈസ? നിങ്ങളുടെ പിന്നിൽ ആരാണ്? ഇത് അറിഞ്ഞേ പറ്റൂ. ഇവിടുത്തെ ജനത്തിന് അറിഞ്ഞേ പറ്റൂ. ഒരു സംശയവും വേണ്ട. ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാവാൻ പറ്റില്ല, സമ്മതിക്കില്ല. ഉറപ്പ് തന്നെയാണ്. എന്ത് കളി കളിച്ചാലും നടക്കില്ല. അത് ഉറപ്പ് തന്നെയാണ്. പരീക്ഷ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിലും കൂടുതൽ ബന്ധവസ്ഥയോടുകൂടി ഇനി അതിനുള്ള പ്ലാനുകൾ പ്രധാനമന്ത്രി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നന്ദൻ കിഷോർ എന്ന് പറയുന്ന ടെക്നോക്രാഫ്റ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഭംഗിയായി നടക്കും. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്ത് അതുപോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഇത് ലീക്കാകുന്നത്. അവിടെ കൂടുതൽ കർശനമായ പലതും ഇനി എടുക്കേണ്ടി വരും. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, ലഹള ഈ തരത്തിലെത്തിയപ്പോൾ, കലാപമുണ്ടായപ്പോൾ ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് വൈകുന്നേരം കുടിച്ച് ആർമാദിക്കുന്നു. എവിടെ? സ്റ്റാർ ഹോട്ടലുകളിൽ. എവിടെ നിന്നാണ് പൈസ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താ വെച്ചാൽ കഴിച്ചോ, പക്ഷേ അതിനൊരു ലെവലുണ്ടല്ലോ. ആ പൈസ എവിടുന്ന് വന്നു? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ പ്രതിപക്ഷത്തെ ആൾക്കാരെ ഇതിൽ യൂസ് ചെയ്യാം, ഉപയോഗിക്കാം എന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടണം. ഇവിടെ കലാപം എവിടെ ഉണ്ടാക്കിയാലും അത് നിങ്ങൾ അവിടെ ഒരു ചർച്ചയിൽ ലോകം മുഴുവൻ അതിൽ പെടുന്നില്ല. കലാപം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണം, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കേസെടുത്തിട്ടുണ്ടാവും, അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഇതിൽ കൂട്ടിക്കെട്ടണ്ട. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ചിലവാക്കിയ, നിങ്ങളവിടെ വിളിച്ചു വരുത്തിയ ഓരോരുത്തരും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലാതെ ഈ പ്രശ്നം അത്ര പെട്ടെന്ന് അവസാനിച്ചു നിങ്ങൾ കരുതണ്ട. നീറ്റ് പരീക്ഷയും നിങ്ങളുടെ സമരവും അവസാനിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ അടിസ്ഥാനപരമായ ബന്ധം അത് പുറത്ത് വന്നേ പറ്റൂ. ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ജനങ്ങൾക്കത് അറിയണം. നീറ്റ് പരീക്ഷ കാട്ടിയും പ്രശ്നമുള്ള കാര്യമുണ്ട്. ഇവിടെ ജെഇയിലും നീറ്റിലും അഡ്മിഷൻ കിട്ടിയിട്ട് സ്വന്തം രക്ഷിതാക്കളുടെ പ്രഷർ കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ 9-നെക്കാട്ടിയും കൂടുതൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ സമരവേദിയിൽ എത്ര നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടായിരുന്നു? അതുപോട്ടെ, ആ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ഒരു രക്ഷിതാവ് അവിടെ വന്നു? ഉത്തരമുണ്ടോ നിങ്ങൾക്ക്? അഭിഷേക് ദീപിക, ഉത്തരമുണ്ടോ? നീ അവിടെ എയർ കണ്ടീഷൻ ഷെഡുകൾ ഉണ്ടാക്കുന്നു, 5 സ്റ്റാർ ഫുഡുകൾ അവിടെ കൊടുക്കുന്നു. എവിടെ നിന്നാണ് നിനക്ക് ഇതിനുള്ള പൈസ? നീ ഉത്തരം പറയണം. ഇതുവരെ നീ അത് പറഞ്ഞിട്ടില്ല. നീ ഇപ്പോഴും പൊട്ടൻ കളിക്കുകയാണ്. ആ പൊട്ടൻ കളി പറ്റില്ല.
ഭരണകൂടവും കോടതിയും നിന്നെ അനുകൂലിച്ചാലും ഇവിടുത്തെ ജനത്തിനറിയണം നിനക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയത്, ആരാണ് നിനക്ക് തന്നത്. ഒന്നിങ്ങനെ പറയണം, എൻ്റെ ഫാദറിൻ്റെ പൈസയുണ്ട് തന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ തന്നതാണ്. ആരാണ് ഈ പൈസ ഇറക്കിയത് എന്ന് നീ പറയണം. ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയണം. കോടതി അത് വെറുതെ വിടാൻ പറ്റില്ല, ചോദിച്ചേ പറ്റൂ. നാട് നശിപ്പിക്കാൻ, നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് ഇവരിറങ്ങിയത്, അല്ലാതെ നീറ്റ് പരീക്ഷയല്ല ഇവരുടെ ടാർഗറ്റ്. ഇവിടുത്തെ ബുദ്ധിയുള്ള എല്ലാവർക്കും അതറിയാം. ഇത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതി വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിൽ ഇടപെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് ഉറച്ചു പറയുന്നത്.